എൽ.എഡ് പാഠ്യപദ്ധതി പേപ്പർ 303 മലയാള ഭാഷാധ്യാപനം സമീപനവും രീതിയും ഒന്നാം യൂണിറ്റിലെ പഠന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രബന്ധ അവതരണത്തിനായി ഡോക്ടർ കെ രാമചന്ദ്രൻ അവരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. 2 സെമസ്റ്ററുകളിലൂടെ നേടിയിട്ടുള്ള അനുഭവങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് അധ്യാപക വിദ്യാർത്ഥികൾ 3-ാം സെമസ്റ്ററിലേക്ക് എത്തിയിട്ടുള്ളത്. 3-ാം സെമസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം 45 ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ അനുഭവ പരിപാടിയാണ്. ലോവർ പ്രൈമറി തലത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് വേണ്ട ധാരണകളും ശേഷികളും വളർത്തുക എന്നതാണ് ഭാഷാ കരിക്കുലത്തിൻ്റെ ഊന്നൽ. 3 യൂണിറ്റുകളാണ് ഈ സെമസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മലയാള ഭാഷയുടെ സവിശേഷതകൾ ചർച്ച ചെയ്യുന്ന 1-ാമത്തെ യൂണിറ്റ്, പ്രൈമറി ക്ലാസ്സിലെ വിദ്യാലയ അനുഭവ പരിപാടി വിശദമാക്കി കൊടുക്കുന്ന 2-ാമത്തെ യൂണിറ്റ്, ഭാഷയും സാങ്കേതിക വിദ്യയും എന്ന മേഖല ചർച്ച ചെയ്യുന്ന 3-ാമത്തെ യൂണിറ്റ്. ഇതിൽ 1-ാമത്തെ യൂണിറ്റാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭാഷാ സമീപനം, ധാരണകൾ, ഉദ്ഗ്രഥന രീതിയുടെ അടിസ്ഥാനം, 1 മുതൽ 7 വരെ ക്ലാസ്സിലെ വ്യാകരണ വസ്തുതകൾ, വ്യാകരണ പഠന സമീപനം, ചിഹ്നങ്ങളുടെ പ്രയോഗം, ഭാഷയിലെ തെറ്റുതിരുത്തൽ എന്നിങ്ങനെയുള്ള മേഖലകളാണ് ഈ യൂണിറ്റിൻ്റെ ഉള്ളടക്കം. ഈ യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ അധ്യാപക വിദ്യാർത്ഥികൾ നേടേണ്ട പഠന നേട്ടങ്ങൾ ഇവയാണ്. 1-2 ക്ലാസ്സുകളിലെ മാതൃഭാഷ പഠനത്തെക്കുറിച്ചുള്ള ധാരണകൾ നേടുന്നു. ഉദ്ഗ്രഥന സമീപനത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള ധാരണ നേടുന്നു. വാക്യങ്ങൾ വിശകലനം ചെയ്ത് പ്രാഥമിക ഭാഷാ വസ്തുതകൾ പട്ടികപ്പെടുത്തുന്നു. പദങ്ങൾ ചേർക്കുമ്പോഴും പിരിക്കുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്തി വ്യവസ്ഥകൾ തിരിച്ചറിയുന്നു. സർഗാത്മക രചനകളിലെ സമസ്ത പദങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പുകൾ തയ്യാറാക്കുന്നു. ചിഹ്നനം, ഖണ്ഡികാകരണം എന്നിവയെക്കുറിച്ച് ധാരണ രൂപപ്പെടുത്തുന്നു. കുട്ടികളുടെ രചനകൾ വിശകലനം ചെയ്ത് മെച്ചപ്പെടുത്താനുള്ള ധാരണകൾ നേടുന്നു. ഇതിൽ ആദ്യത്തെ 2 ഭാഷാ പഠന സമീപനവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പഠന നേട്ടങ്ങൾ കുട്ടികളിൽ എത്തിക്കാനുള്ള പഠനതന്ത്രങ്ങളും പ്രക്രിയകളും എന്താണ്? പ്രധാനമായും ഈ യൂണിറ്റിൽ 6 പഠനതന്ത്രങ്ങളാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്. 1 ഒരു ചർച്ചയാണ്. കേസ് അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച. ഇതിലൂടെ അക്ഷരത്തെറ്റിനോടുള്ള സമീപനം, ഭാഷയിലെ തിരുത്ത് എന്നീ മേഖലകളിൽ ധാരണയുണ്ടാക്കാൻ കഴിയണം. ഇതിൻ്റെ റഫറൻസായി പാഠ്യപദ്ധതി, വിവിധ അധ്യാപക സഹായികൾ, പാഠപുസ്തകങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്താം. ഇതിൻ്റെ ഉൽപ്പന്നമായി വരുന്നത് ഒരു ചർച്ചാക്കുറിപ്പാണ്. 2-ാമത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഒരു ലേഖനം തയ്യാറാക്കലാണ്. അത് ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ പ്രാധാന്യം പ്രൈമറി ക്ലാസ്സുകളിൽ എന്ന വിഷയത്തിലാണ് ലേഖനം തയ്യാറാക്കുന്നത്. ഇതിലൂടെ ഉദ്ഗ്രഥിത സമീപനത്തെക്കുറിച്ചുള്ള വ്യക്തത കുട്ടികൾക്ക് നേടാനാവുന്നു. 3-ാമത്തത് വ്യാകരണ സമീപനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് പാഠപുസ്തകങ്ങളുടെ വിശകലനവും റഫറൻസിങ്ങുമാണ് നാം മുന്നോട്ട് വയ്ക്കുന്ന പഠന പ്രക്രിയ. 4-ാമത്തത് വ്യാകരണ വസ്തുതകളുടെ പട്ടികപ്പെടുത്തലാണ്. 1 മുതൽ 7 വരെ ഉള്ള ക്ലാസ്സുകളിലെ വ്യാകരണ വസ്തുതകൾ, പ്രവർത്തനങ്ങൾ പരിശോധിച്ച് പട്ടികപ്പെടുത്തുന്ന രീതിയാണ് ഇതിലൂടെ സ്വീകരിക്കേണ്ടത്. 5-ാമത്തത് ക്രിയാവിഭാഗങ്ങളുടെ സ്ലൈഡ് നിർമ്മാണമാണ്. ഈ സ്ലൈഡ് നിർമ്മാണത്തിലൂടെ ക്രിയാവിഭാഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തത കുട്ടികൾക്ക് ലഭിക്കുന്നു. 6-ാമത്തെ പ്രവർത്തനം കുട്ടികളുടെ വൈവിധ്യമാർന്ന രചനകൾ പരിശോധിച്ച് അവയിൽ ഭാഷാപരമായ എഡിറ്റിംഗ്, ആശയപരമായ എഡിറ്റിംഗ് സാധ്യതകൾ കണ്ടെത്തുന്ന പ്രവർത്തനമാണ് 6-ാമത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇങ്ങനെ 6 പ്രവർത്തനങ്ങളിലൂടെ ഈ യൂണിറ്റിലെ മുഴുവൻ ആശയങ്ങളും കുട്ടികളിൽ എത്തിക്കുക എന്ന സമീപനമാണ് ഇതിൽ സ്വീകരിക്കുന്നത്. കുട്ടികളുടെ ചിന്തയെ ഉണർത്തി ഭാഷാപഠന സമീപനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചർച്ചയാണ്
ഒന്നാമത്. ചർച്ച പലതരത്തിൽ സംഘടിപ്പിക്കാം. ഒരു ചോദ്യം ചർച്ചയ്ക്ക് തുടക്കമാകാം. ചിത്രത്തിൽ നിന്നും ചർച്ച തുടങ്ങാം. ഒരു വായന ചർച്ചയിലേക്ക് നയിക്കാം. പ്രശ്നം കുട്ടിക്ക് അനുഭവപ്പെടണം. ഇവിടെ ഒരു കേസാണ് ചർച്ചയിലേക്ക് നയിക്കാനായി നൽകിയിരിക്കുന്നത്. 10ാം തരത്തിലെത്തിയിട്ടും കുറച്ച് കുട്ടികൾക്ക് തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും കഴിയുന്നില്ല. പ്രൈമറി തലത്തിലുള്ള അധ്യാപകർ കുട്ടികൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അക്ഷരതെറ്റുകൾ അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കണം. നാട്ടിൻപുറത്തെ ഒരു രക്ഷിതാവോ ഒരു അധ്യാപകനോ ഉന്നയിക്കുന്ന ഇത്തരം പ്രസ്താവനകളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ തരത്തിൽ പ്രതികരിക്കുന്നത്? പ്രൈമറി ക്ലാസ്സിലെ ഭാഷാ പഠനം എങ്ങനെയായിരിക്കണം? ഇത് പ്രശ്നാവതരണ ഘട്ടമാണ്. ഏതൊരു പ്രവർത്തനത്തിനും വിവിധ ഘട്ടങ്ങളുണ്ട്. ഈ കേസ് അവതരിപ്പിച്ചത് പ്രശ്നാവതരണ ഘട്ടത്തിലാണെന്ന് നാം സൂചിപ്പിച്ചുവല്ലോ. പ്രശ്ന വിശകലനവും ഏറ്റെടുക്കലുമാണ് ഇതിൻ്റെ 2ാമത്തെ ഘട്ടം. 3ാം ഘട്ടത്തിൽ അന്വേഷണവും വിവരശേഖരണവുമാണ്. 4ാം ഘട്ടം വിശകലന ഘട്ടമാണ്. തുടർന്ന് ഉൽപ്പന്ന രൂപീകരണ ഘട്ടമാണ് നടക്കുക. ഇവിടെ ചർച്ചാക്കുറിപ്പാണ് ഉൽപ്പന്നമായിട്ട് കടന്നു വരുന്നത്. ഇത്തരത്തിൽ രൂപപ്പെടുത്തുന്ന ചർച്ചാക്കുറിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പങ്കുവയ്ക്കൽ ഘട്ടമാണ് അടുത്തത്. തുടർന്ന് ഇതിൻ്റെ വ്യാപന ഘട്ടം എന്ന ഒരു ഘട്ടം കൂടെ ഉണ്ട്. തനിക്ക് ലഭ്യമായ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ഘട്ടം വരുമ്പോഴാണ് അറിവുകളുടെ വ്യാപനം എന്ന പ്രവർത്തനം നടക്കുന്നത്. പ്രശ്നാവതരണ ഘട്ടത്തിൽ കുട്ടികൾക്ക് നൽകുന്ന ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള അതിനുള്ള പരിഹാരത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് പിന്നീട് നടക്കേണ്ടത്. 1-2 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ, അധ്യാപക സഹായികൾ, പഠനങ്ങൾ, പ്രബന്ധങ്ങൾ, KCF 2007, വിവിധ കാലങ്ങളിലെ അധ്യാപക സഹായികൾ ഇവയൊക്കെ റഫർ ചെയ്ത് വിവരശേഖരണം നടത്തട്ടെ. വിശകലന ഘട്ടത്തിൽ അധ്യാപിക ഇടപെട്ട് കൂടുതൽ ആശയങ്ങൾ നൽകുകയും ആവാം. ഉൽപ്പന്നം എന്ന നിലയ്ക്ക് ചർച്ചാക്കുറിപ്പുകൾ തയ്യാറാക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ അധ്യാപിക എന്തൊക്കെ കൂട്ടിച്ചേർക്കണം? ഭാഷാ പഠന സമീപനം പ്രധാനമായും 3 സിദ്ധാന്തങ്ങളുടെ പിൻബലത്തിലാണ് രൂപപ്പെടുത്തിയെടുത്തുള്ളത്. ഈ സിദ്ധാന്തങ്ങളുടെ ചെറിയൊരു ചർച്ച ഈ ഘട്ടത്തിൽ നടത്തുന്നത് നന്നായിരിക്കും. അതിലൊന്ന് ജ്ഞാനനിർമ്മിതിവാദമാണ്. 2ാമത്തത് നാഡീമനഃശാസ്ത്ര സിദ്ധാന്തങ്ങളാണ്. 3ാമത്തത് ഭാഷാ സമഗ്രത ദർശനമാണ്. ഇതിൽ ജ്ഞാനനിർമ്മിതിവാദം അറിവിൻ്റെ നിർമ്മാണത്തിലെ സഹവർത്തിത്വം, ആരോഗ്യകരമായ പരസ്പര ഇടപെടലാണ് ഏതൊരു സമൂഹത്തിൻ്റെയും ജീവൻ, സമൂഹാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ഇടപഴകലിലൂടെയാണ് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിനിമയം തലമുറകളായി നടന്നു വരുന്നത്. ഇതിന് സഹായകമായ പ്രവർത്തനം തന്നെയാണ് ക്ലാസ്സിലും നടക്കേണ്ടത്. പഠിതാവും രക്ഷിതാവും തമ്മിലും, പഠിതാവും അധ്യാപകരും തമ്മിലും, പഠിതാവും പഠിതാവും തമ്മിലും, പഠിതാവും സമൂഹവും തമ്മിലും, പഠിതാവും വിദഗ്ധരും തമ്മിലുള്ള പരസ്പര ഇടപഴകലിന് അവസരമൊരുക്കുകയാണ് അധ്യാപിക ചെയ്യേണ്ടത്. ഇത് ക്ലാസ് മുറികളിലെ പ്രക്രിയകളെക്കുറിച്ചും ഭാഷാ പഠനത്തിൻ്റെ പ്രക്രിയകളെക്കുറിച്ചും കുട്ടികൾക്ക് വ്യക്തത നൽകുന്നു. നാഡീമനഃശാസ്ത്ര സിദ്ധാന്തമാണ് 2ാമത്തെ പിൻബലം. ശൈശവദശയിൽ വിവിധവും സമൃദ്ധവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ന്യൂറോൺ ബന്ധങ്ങൾ വേണ്ടത്ര സ്ഥാപിക്കപ്പെടാതെ പോകും. ഇത് ന്യൂറോണുകളുടെ കൂട്ടനാശത്തിനും അതുവഴി ഭൗതിക ശേഷികളുടെ വളർച്ചാ മാന്ദ്യത്തിനും ഇടയാക്കും. നാഡീമനഃശാസ്ത്രത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു പദം പ്ലാസ്തികത എന്നാണ്. നാഡീവ്യവസ്ഥയുടെ ആന്തരികമായ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ബാഹ്യമായ ചോദനകൾക്കനുസരിച്ച് മാറുന്നതിനെയാണ് പ്ലാസ്തികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർമ്മയുടെ അടിസ്ഥാനം ഈ സവിശേഷതയാണ്.
ഈ കഴിവ് എത്ര കണ്ടുണ്ടോ അത്രയും കണ്ട് മസ്തിഷ്കം വികസിക്കുന്നു. നാഡീമനഃശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ക്ലാസ് മുറികളിലെ അനുഭവങ്ങൾ നൽകേണ്ട ആവശ്യകതയെക്കുറിച്ചും സന്നദ്ധതാ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. മൂന്നാമത്തേത് ഭാഷാ സമഗ്രത ദർശനമാണ്. ഇതിൽ സർവഭാഷാ വ്യാകരണം എന്ന മേഖല കൂടി ഉൾക്കൊള്ളുന്നു. സമൂഹത്തിന്റെ കീഴ്വഴക്കങ്ങൾ പഠിക്കുന്നത് വഴി നേടിയെടുക്കുന്ന ശീലമോ ചേഷ്ടയോ അല്ല ഭാഷ, മറിച്ച് ജീവശാസ്ത്രപരമായി നിയന്ത്രിക്കപ്പെടുന്ന വ്യവഹാരമാണിത്. ഭാഷ ഒരു വ്യവസ്ഥയാണ്. ഭാഷാ നൈപുണികൾ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ ആന്തരിക ഭാഷാ ശേഷിയാണ് ഭാഷ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. പഠനബോധന രീതി, പഠന സാമഗ്രി ഇവയിലെ മാറ്റം ഈ ദർശനത്തിന്റെ പിൻബലത്തിൽ രൂപപ്പെടുത്തിയെടുത്തതാണ്. ഭാഷ ഉള്ളിലുള്ള കുട്ടി, ഭാഷ നിർമ്മിക്കുന്ന കുട്ടി എന്നീ ആശയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അധിക വായനയ്ക്ക് KCF 2007 വിദ്യാഭ്യാസ പരിവർത്തനത്തിനൊരു ആമുഖം, അധ്യാപക സഹായികൾ, ഗവേഷണ പഠനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തണം. രണ്ടാമത്തെ ഉള്ളടക്ക മേഖല ഉദ്ഗ്രഥിത സമീപനമാണ്. കുട്ടി ലോകത്തെ കാണുന്നത് സമഗ്രമായാണ്. വിഷയങ്ങളുടെ വേർതിരിവ് സ്വാഭാവിക ആശയ രൂപീകരണത്തിന് തടസ്സമാണ്. ഈ ആശയങ്ങളാണ് ഉദ്ഗ്രഥിത സമീപനത്തിന്റെ അടിസ്ഥാനം. വെള്ളം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ഒരു 5 വയസ്സുകാരന് എന്തൊക്കെ ധാരണയുണ്ടാകാം എന്ന ചോദ്യം അധ്യാപക വിദ്യാർത്ഥികളോട് ചോദിക്കാം. അവരുടെ കണ്ടെത്തലുകൾ കുറിച്ചു വെച്ചതിന് ശേഷം അവ ക്ലാസ്സിൽ പൊതുവായ ചർച്ചയ്ക്ക് വിധേയമാക്കാം. ഈ ചർച്ച ക്രോഡീകരിക്കുമ്പോൾ വെള്ളത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ച് കുട്ടികൾക്ക് അറിയാമെന്ന ഒരു ധാരണ ക്ലാസ്സിൽ രൂപപ്പെടും. കിണറ്, കുളം, പുഴ, മഴ എന്നിവ വെള്ളത്തിന്റെ സ്രോതസ്സുകളായി നമുക്ക് സ്രോതസ് എന്നുള്ള വാക്കൊന്നും ചിലപ്പോൾ വന്നോളണമെന്നില്ല. വെള്ളം ലഭിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലായിരിക്കും കുട്ടികൾ പ്രതികരിക്കുന്നത്. ഇത്തരം സ്രോതസ്സുകളെ കുറിച്ചുള്ള ധാരണകൾക്ക് ശേഷം വെള്ളത്തിന്റെ സവിശേഷതകളെ കുറിച്ചുള്ള ധാരണകൾ കുട്ടികൾ പങ്കുവെക്കുന്നതായി കാണാം. അത് ഒഴുകുന്നതാണ്, പാത്രമില്ലാതെ എടുക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ധാരണകൾ വെള്ളത്തിന്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി വെള്ളത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അത് കുടിക്കാൻ ഉപയോഗിക്കാം, കുളിക്കാൻ ഉപയോഗിക്കാം, വസ്ത്രം അലക്കാൻ ഉപയോഗിക്കാം, ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള ധാരണകൾ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പങ്കുവയ്ക്കും. ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് കുടിക്കാൻ പറ്റുന്നത്, കുടിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെയുള്ള ധാരണകൾ കുട്ടികൾ പറയാനിടയുണ്ട്. വെള്ളത്തിന്റെ അളവുമായി ബന്ധപ്പെട്ട് കുളത്തിലും പുഴകളിലും ധാരാളം വെള്ളമുണ്ടെന്നും കിണറ്റിൽ അത്രത്തോളം വെള്ളമില്ലെന്നും തുടങ്ങിയിട്ടുള്ള അളവുപരമായ അറിവുകൾ കുട്ടികൾ പങ്കുവയ്ക്കും. വെള്ളത്തിലെ താമസക്കാരെ കുറിച്ചും കുട്ടികൾക്ക് ധാരണയുണ്ട്. വെള്ളം പ്രമേയമായ പാട്ടുകൾ അവർക്കറിയാം. ഈ ധാരണകൾ ഏതെല്ലാം വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? വിഷയം പഠിച്ചത് കൊണ്ടാണോ കുട്ടിക്ക് ഈ ധാരണ കിട്ടിയത്? ഈ പഠന രീതിയുടെ തുടർച്ചയാണ് 1ലും 2ലും വേണ്ടത്. വിവിധ തീമുകളിൽ അവർ അതുവരെ മനസ്സിലാക്കിയ ആശയങ്ങളുടെ വളർച്ച, വിവിധ വിഷയമേഖലകൾ കുട്ടികൾക്ക് നൽകാനാണ് ഉദ്ഗ്രഥിത സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് മികവ് സമയലാഭവും ക്ലാസിക രീതിയിൽ പഠനം ആഴത്തിൽ സമീപിക്കാൻ കഴിയുന്നു എന്നതുമാണ്. രണ്ടാം ക്ലാസ്സിലെ 1-2 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലെ തീമുകൾ, അവയിലെ വിഷയങ്ങൾ എന്നിവ ചേർത്തുകൊണ്ട് ഒരു അസൈൻമെന്റ് കൊടുക്കലാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് നൽകുന്ന പ്രവർത്തനം. മൂന്നാമത്തെ ആശയമേഖല വ്യാകരണ വസ്തുതകളാണ്. ഒരു സംവാദ സാധ്യതയുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. വ്യാകരണം പഠിക്കണം, അതിലൂടെ മാത്രമേ ഭാഷ പഠിക്കാൻ പറ്റൂ. ഭാഷയാണോ വ്യാകരണമാണോ ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക? പ്രയോഗിച്ച് ചില പൊതുധാരണകൾ ചിട്ടപ്പെടുത്തിയതല്ലേ വ്യാകരണം? സർവഭാഷ വ്യാകരണം എന്ന ആശയം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ സ്കൂളിൽ വരും. ഈ വാക്യം പറയുന്ന ഒരു 3 വയസ്സുകാരന്റെ
വ്യാകരണപരമായ അറിവ് എന്തൊക്കെയാണ്? അമ്മയുടെ ഉടെ സംബന്ധിക വിഭക്തി, സ്കൂളിൽ ഇൽ ആധാരിക വിഭക്തി, വരും ഭാവികാലം. അച്ഛൻ നാളെ വന്നു എന്ന് ഒരു കുട്ടിയും പ്രയോഗിക്കാറില്ല. വരും എന്ന ഭാവി കാലം തന്നെ ഉപയോഗിച്ചായിരിക്കും കുട്ടി ഈ ആശയം പങ്കുവച്ചിട്ടുണ്ടാവുക. ഇതെങ്ങനെ സാധ്യമാകുന്നു? വ്യാകരണ നിയമങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുകയല്ല, മറിച്ച് പ്രയോഗിച്ചും ഉദാഹരണം നൽകിയും താരതമ്യം ചെയ്തും യഥാർത്ഥ പ്രയോഗ സാധ്യതകൾ കുട്ടി സ്വയം കണ്ടെത്തുമ്പോൾ വ്യാകരണ പഠനം അർത്ഥപൂർണമാകും. പരസ്പര ബന്ധമില്ലാത്ത രണ്ട് പദങ്ങൾ ചേർത്ത് വാക്യം നിർമ്മിക്കുന്ന കേളികൾ കുട്ടികളുടെ വാക്യപ്രയോഗത്തിന്റെ ശേഷി കൂട്ടും. ഉദാഹരണത്തിന് കഴുത മുല്ല. പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് പദങ്ങളായ കഴുത മുല്ല എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര വാക്യങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന ഒരു വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യം കുട്ടികളോട് ചോദിക്കുമ്പോൾ കഴുതയെ മുല്ലയിൽ കെട്ടി, കഴുത മുല്ലപ്പൂ ചൂടി എന്നിങ്ങനെ വൈവിധ്യപൂർണമായ വാക്യങ്ങൾ കുട്ടികൾ രൂപപ്പെടുത്തുന്നത് കാണാം. ഇപ്രകാരം രൂപപ്പെടുത്തുന്ന വാക്യങ്ങളിൽ കൂട്ടിച്ചേർക്കലുകളുടെയും വിഭക്തികളുടെയും വാക്യഘടനയുടെയും എല്ലാം ആശയങ്ങൾ കുട്ടികൾ അറിയാതെ രൂപപ്പെടുത്തി എടുക്കുന്നതായി മനസ്സിലാക്കാം. പാഠപുസ്തകങ്ങളിലെ വ്യാകരണ പ്രവർത്തനങ്ങൾ കണ്ടു നോക്കൂ. പിരിച്ചെഴുതലിന്റെ പ്രത്യേകതകൾ, വിശേഷണങ്ങൾ ചേരുമ്പോൾ പദങ്ങൾക്കുണ്ടാവുന്ന അർത്ഥവ്യത്യാസം, ഇങ്ങനെ പാഠങ്ങളിലെ ഉദാഹരണങ്ങൾ പരിശോധിച്ച് സ്റ്റുഡന്റ് ടെക്സ്റ്റിലെ ആശയങ്ങൾ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. കർത്താവ്, കർമ്മം, ക്രിയ, സന്ധികൾ, ശബ്ദവിഭാഗം, നാമം, ക്രിയ, വിശേഷണം, വിഭക്തികൾ എന്നിങ്ങനെ 7 വരെ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ കടന്നുവരുന്ന വ്യാകരണ വസ്തുതകളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ചിഹ്നങ്ങളുടെ ഉചിതമായ ഉപയോഗം, ചിഹ്നങ്ങളില്ലാതെ നൽകുന്ന വാക്യങ്ങളിൽ ചിഹ്നം ചേർത്ത് ബോധ്യപ്പെടണം. എഡിറ്റിംഗിന്റെ സമീപനം, ആത്മവിശ്വാസം തകരാത്ത വിധം തെളിവുകൾ നൽകി തിരുത്താൻ അവസരം നൽകലാണ് പുതിയ ഭാഷാ സമീപനം മുന്നോട്ട് വയ്ക്കുന്നത്. അക്ഷര, പദ, വാക്യതലങ്ങളിലും ആശയതലത്തിലും എഡിറ്റിംഗ് വേണ്ടിവരും. ടീച്ചർ ടെക്സ്റ്റുകൾ ശരിയായ മാതൃകകൾ കാണിച്ചു കൊടുക്കൽ എന്നിവയാണ് പരിഹാരം. സർഗാത്മക എഡിറ്റിംഗ് കേവലം അക്ഷരമോ വരിയോ മാത്രം തിരുത്തലല്ല, അത് രചനയെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ്. സ്റ്റുഡന്റ് ടെക്സ്റ്റിൽ നൽകിയ ഉദാഹരണം ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ യൂണിറ്റിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും അവ വിനിമയം ചെയ്യേണ്ട രീതികളെക്കുറിച്ചുമാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി ഈ യൂണിറ്റിന്റെ വിലയിരുത്തൽ ഘടകങ്ങൾ പരിശോധിക്കാം. പ്രവർത്തന ഡയറിയിൽ ചർച്ചാക്കുറിപ്പുകൾ, ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ള ലേഖനം, വ്യാകരണ വസ്തുതകളുടെ പട്ടിക, എഡിറ്റിംഗ് കുറിപ്പുകൾ, സ്ലൈഡ് ഷോയുടെ സ്റ്റോറി ബോർഡ് എന്നിവ ഉണ്ടാവണമല്ലോ. ഉൽപ്പന്നമായി ഇന്റഗ്രേഷൻ ലേഖനം, സ്ലൈഡ് എന്നിവ കാണാം. പ്രകടനങ്ങളിൽ ചർച്ചകളിലെ പങ്കാളിത്തം, സംഘാടന രീതി എന്നിവ വിലയിരുത്താവുന്നതാണ്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു യൂണിറ്റ് ഈ രീതിയിൽ മാത്രമേ വിനിമയം ചെയ്യാൻ പറ്റൂ എന്ന അഭിപ്രായം എനിക്കില്ല. ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിച്ചത്. ദീർഘങ്ങളായ ചർച്ചകൾക്കും ആശയ സംവാദങ്ങൾക്കും ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു.